most important thing for getting the healing. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവിന്റെ നിങ്ങൾ യാഗം കഴിക്കാൻ നിൽക്കുമ്പോൾ യാഗവസ്തു അവിടെ കൊണ്ടുവന്നിട്ട് സഹോദരനോട് നിരത്തി ചെയ്യണം. In Matthew 18 we see, if you go to offer an offering, you should lay it on the altar and go and reconcile with your brother. നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. Therefore we need the faith. രണ്ട്, മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള മനോഭാവം ഉണ്ടായിരിക്കണം. Secondly, we need the attitude to forgive others. നിരപ്പ് പ്രാപിക്കണം. And we should be reconciling to others. വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. But this is very hard. എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ട് നടക്കുക. I mean, we sometimes carry every burden that we have. രോഗവും കൊണ്ട് നടക്കുക. And we also carry the sickness along with ശരീരത്തെ that. വിവേചിക്കണം. Amen. We should discern our body. നാം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് എന്താണെന്ന് വിവേചിക്കണം. You and I should understand what you drink and eat at the supper, Lord's table. കൊരിന്ത്യർ ലേഖനം 11:24 വായിക്കുമ്പോൾ In 1 Corinthians chapter 11 verse 24 onwards we read like this. സാധാരണ തിരുവത്താഴ ശുശ്രൂഷയിലാണ് ആ ഭാഗം വായിക്കുന്നത്. Most of the time we read that during the Lord's table. അത് വായിച്ചാട്ടെ. Amen. Praise the Lord. Hallelujah. Glory to God. അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. 28 മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാൻ. ശാന്തമായി ചിന്തിക്കണേ. I mean, you should listen very carefully. Verse 29. നാം എല്ലാവരും ലഭിക്കുന്ന ഞായറാഴ്ച ഒക്കെ തിരുവത്താഴത്തിൽ പങ്കുകൊള്ളുന്നു. കർത്തൃമേശയാചരിക്കുന്നവർ. Every time we come to the Lord's table, we partake of the Lord's table. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയും നമ്മുടെ ശരീരത്തെ വിവേചിക്കണം. I mean, Apostle Paul says we need to discern our bodies. നമ്മുടെ ശരീരത്തെ വിവേചിച്ചിട്ട് വേണം അപ്പപിഞ്ഞുകളിലേക്ക് കൈയ്യിലിടാൻ. And then we should stretch our hands to take that Lord's table. ഏത് ശരീരവുമായിട്ട് വിവേചിക്കണം. I mean, you should judge yourself. അടുത്തിരിക്കുന്ന സഹോദരി സഹോദരന്മാരുമായിട്ടുള്ള ശരീരമാണോ? I mean, is it the body of the person sitting beside you? അതോ അവരെ സംബന്ധിച്ചുള്ളതായ വിഷയങ്ങളാണോ? I mean, or is it something relating to the own person? Praise the Lord. Amen. കർത്താവിന്റെ ശരീരത്തോട് നമ്മുടെ ശരീരം എങ്ങനെ ഇരിക്കും ഒക്കുമോ എന്ന് നോക്കണം. And we should compare our body to the body of Christ. കർത്താവിന്റെ ശരീരം പാപമില്ലാത്ത ശരീരമാണ്. The body of the Lord Jesus Christ is without blemish. യേശു ചോദിച്ചു, നിങ്ങൾക്ക് ഒരു പാപത്തെ കുറിച്ച് എനിക്ക് കുറ്റം ബോധ്യം വരുത്താൻ കഴിയുമോ? If anybody can show me a sin in my life. Hallelujah. കരിയാപ്പാവും അതെ എല്ലാവരും മാറി മാറി യേശുവിനെ പരിശോധിച്ചവരിൽ ഒരു കുറ്റവുമില്ലെന്ന് പറഞ്ഞു. Even though every one of them began to judge Jesus Christ, they found that he had no sin. യേശുവിന്റെ ശരീരത്തിലോ ഹൃദയത്തിലോ യാതൊരുമായ പാപത്തിന്റെ മലിനതയില്ലായിരുന്നു. There was no blemish of sin in the life of Jesus Christ in his body. അങ്ങനെ ഒരു ശരീരമാണ് നമ്മുടെ കർത്താവിന്റെ ശരീരം. That is the kind of body Jesus Christ offered for us. ആ ശരീരത്തിൽ നിന്നൊഴുകിയ രക്തമാണ് പാപത്തിൽ നമ്മൾ. Hallelujah. It is from that body, the blood, praise God, we were cleansed. നമുക്ക് വേണ്ടി കാൽവരിയിൽ കിടന്നുകൊണ്ട് രക്തം ധാരധാരയായി ഒഴുകി. Praise the Lord. Hallelujah. അവസാനത്തെ തുള്ളി രക്തം പോലും ഒഴുകി. Amen. Yes. On the cross he shed his last drop of blood. ഒരു ശരീരത്തിൽ നിന്ന് അവസാനത്തെ തുള്ളി രക്തം പോലും പോയി കഴിഞ്ഞാൽ അതേ ആ മാംസം എന്ന് പറയുന്ന ഒട്ടും രക്തമില്ലാത്ത മാംസമാണത്. Amen. When the blood has been drained out of the body of Jesus Christ, it is a lifeless body. അതുകൊണ്ടാണ് കർത്തൃമേശയിലെ അപ്പവും വീഞ്ഞും വേറെ വേറെ കൊടുക്കുന്നത്. That is why we give the bread and the body separately when we give the Lord's table. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി തന്നെ ശരീരത്തെ നമുക്ക് വേണ്ടി തന്നു. He gave his body to us. 2 പത്രോസ് 2 ഒരു വാക്യം കൂടെ വായിക്കാം. 23. ഒന്ന് വായിച്ചാ പെട്ടെന്ന്. 1 പത്രോസ് 2:23 ആണെന്ന് തോന്നുന്നു. Praise God. Hallelujah. ഹല്ലേലൂയ. വായിച്ചാ. തന്നെ ശകാരിച്ചിട്ട് അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നുമില്ല. 2:24. 1 പത്രോസ് 2:24. പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. നാം പാപം സംബന്ധിച്ച് മരിച്ച് സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ഒരു മരണം നടന്നിട്ടുണ്ട്. Amen. In our lives we all had to die.
യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ നമ്മുടെ പഴയ മനുഷ്യൻ Amen. നമ്മുടെ ജീവിതത്തിൽ നിന്ന് മരിച്ചു. Amen. The old man within us died when we received Jesus Christ. ഇവിടെ ദൈവഭാഗത്ത് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, Amen. നിങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യൻ മരിച്ചിട്ടുണ്ട്. Amen. Children of God who have come to Christ, you should remember that your former person, the old man, is dead in you. അത് പാപത്തിന്റെ മനുഷ്യനാണ് മരിച്ചത്. That man is in sin. The man of sin is dead. നാം പാപം സംബന്ധിച്ച മരിച്ചു. Amen. We died in our sin to sin നീതിക്ക് ജീവിക്കേണ്ടതിന് and live to righteousness. അവൻ തന്റെ ശരീരത്തിൽ he bore in his body നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് our sins that he bore on his body. ക്രൂശിന്മേൽ കയറി he went on the cross. നമ്മുടെ പാപങ്ങളെ മുഴുവനായി അവൻ ചുമന്നു. And he carried all our sins on him. He carried our sins on the cross. അവൻ ചുമന്നുകൊണ്ട് കാൽവരി ക്രൂശിലേക്ക് കയറി. And he went up on the cross carrying all our sins. Hallelujah. അതുകൊണ്ട് ആ മനുഷ്യൻ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ആ പാപ മനുഷ്യൻ മരിച്ചു. Amen. And believing that old man died on the cross. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം. And then it says by his stripes you are healed. സൗഖ്യം വരുന്നുവെന്നല്ല, സൗഖ്യം. Amen. Not that the healing is coming, but you are healed. ദൈവ പൈതലേ, ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, വിശ്വാസത്തോടുകൂടി അവന്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നാൽ ഇന്ന് രാത്രി നിനക്ക് രോഗസൗഖ്യമാണ്. This night by faith if you come to the Lord Jesus Christ, you are healed. അവനെ എല്ലാവരും പരിശോധിച്ച് നോക്കിയപ്പോൾ അവനിൽ യാതൊരു ഊനവുമില്ലായിരുന്നു. Amen. He was without blemish. ആ ശരീരത്തോട് നമ്മുടെ ശരീരം ഒക്കുമോ എന്ന് നാം പരിശോധിക്കണം. And when you come to take of the Lord's table, you should examine your body to the body of the Lord Jesus Christ that was broken for you. മേശയിലേക്ക് നാം കൈ നീട്ടുമ്പോൾ, Amen. എന്റെ കർത്താവേ, നിന്റെ പാപമില്ലാത്ത ശരീരത്തോട് എന്റെ ശരീരവുമായി Hallelujah. ബന്ധിപ്പിക്കുവാൻ കഴിയണമേ, കഴിയുമോ എന്ന് പരിശോധിക്കണം. When you partake of the Lord's table, you should examine if your body is holy like the body of the Lord Jesus Christ. എന്നിട്ട് കൊരിന്ത്യർ ലേഖനത്തിൽ അടുത്ത വാക്യം പറയുന്നത് ഇങ്ങനെയാണ്. The next verse in Corinthians we read like this. ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ, those who do not judge their own bodies or discern their bodies, എന്താ സംഭവിക്കുന്നത്? many of them sleep, many of them die, and others were sick. Praise the Lord. തനിക്ക് തന്നെ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. Hallelujah. Glory to God. അത് ഹേതുവായി നിങ്ങളിൽ പലരും രോഗികളാകുന്നു, ബലഹീനരാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. Those who eat and drink unworthily will put them into judgment. Praise God. And because of that reason we see many are weak and sick and many sleep. എന്തുകൊണ്ട് വിശ്വാസികൾ പല രോഗങ്ങൾക്കും അധിപരായിത്തീരുന്നു? Why are the believers succumbed to sickness? നമ്മുടെ ശരീരത്തെ കുറിച്ച് നാം വിവേചിക്കാതെ നിസ്സാരമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് കർത്താവിന്റെ മേശയോട് നാം അടുക്കുന്നത് കൊണ്ട് പലരും ബലഹീനരും രോഗികളുമായി. There are many people who are weak and many people who are sick among us because they do not discern their own bodies. ഒന്ന് നാം അവിശ്വാസമില്ലാതെ വിശ്വസിക്കണം. We should believe in the Lord Jesus Christ. നിനക്കുള്ളതായിരിക്കുന്ന രോഗം, yes, ഹല്ലേലൂയ,